ഹായ്, നമസ്കാരം. ആരെങ്കിലും നിങ്ങളെ അടിച്ചാൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരെ തിരിച്ച് ഉപദ്രവിക്കുമോ? അല്ലെങ്കിൽ നിയമം വഴി നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമോ? എങ്കിൽ നിയമം വഴി മുൻപോട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. തുടർന്ന് നിങ്ങളെ അടികൊണ്ട പരിക്ക് വലിയ ഗുരുതര പരിക്കാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോകണം. ഹോസ്പിറ്റൽ ചെക്ക് ചെയ്തിട്ട് മെഡിക്കൽ റിപ്പോർട്ട് അവിടുന്ന് മസ്റ്റായിട്ട് വാങ്ങിയിരിക്കണം. ഇത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. സംഭവം നടന്ന സമയം, സ്ഥലം, ഡീറ്റെയിൽസ് എല്ലാം പറയണം. ഓർത്തോണം, സംഭവം നടന്ന സമയം, സ്ഥലം, ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് വേണം അവിടെ പറയാനും. അങ്ങനെ നിങ്ങൾ പറയുന്നതനുസരിച്ച് അവർ FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഫ്രീ ആയി വാങ്ങാൻ നിങ്ങൾക്കൊരവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കവർ FIRൻ്റെ കോപ്പി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഇഷ്യൂ നടന്ന സ്ഥലത്തെ ഫോട്ടോ, വീഡിയോ, പിന്നെ ആ ഇഷ്യൂ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ കാണുമായിരിക്കുമല്ലോ അവിടെ, അവരെ സാക്ഷികളെന്നാണ് പറയുന്നത്. അവരെ എല്ലാം നോക്കിക്കണ്ടു വെച്ചിരിക്കണം. കൂടാതെ ഇവ ഫോട്ടോ, വീഡിയോ, സാക്ഷികൾ ഇവയൊക്കെ വളരെ ഈ കേസ് സ്ട്രോങ് ആകുന്നതിൽ വളരെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മിക്കുള്ളവരുടെയും സംശയമാണ് ഇങ്ങനെ ഗുരുതര പരിക്കുകളുടെ മീൻസ് എന്തെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അവരായിരിക്കും പോലീസിനെ ഇൻഫോം ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, ഹോസ്പിറ്റൽ വഴിയല്ല കേസ് പോകുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാണ്? ട്രീറ്റ്മെൻറ്റിനാണ്. പിന്നെ നമ്മളൊരു കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലസ് റിപ്പോർട്ടെന്ന് പറയാം. അങ്ങനെ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരും. അതുവഴി നമ്മൾ കോടതിയിൽ പോകുമ്പോൾ എന്താണ് പറഞ്ഞത്, ഈ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ ഹാജരാക്കേണ്ടി വരും. അങ്ങനെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗുരുതര ഇഞ്ചുറി ആണെങ്കിൽ പോലീസിനെ ഹോസ്പിറ്റൽ ഇൻഫോം ചെയ്യും. ആ പോലീസ് എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. തുടർന്ന് അവർ FIR ഇട്ട് കേസ് മുൻപോട്ട് കൊണ്ടുപോകും. അപ്പോഴും ഹോസ്പിറ്റൽ ഇതിനകത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർ ഇൻഫോമർ മാത്രമാണ്. ഒന്നോർക്കുക, ഹോസ്പിറ്റൽ വഴിയല്ല. ഹോസ്പിറ്റൽ എവിഡൻസ് പക്ഷേ മസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇനിയിപ്പം നിങ്ങളെ ആരെങ്കിലും അടിച്ചാൽ നിങ്ങൾ മിണ്ടാതൊന്നും ഇരിക്കേണ്ട. കാരണം നിയമം വഴി നമുക്ക് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. നിയമം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഫോളോ ചെയ്യുക.